ആയോൾ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും എൻ്റെ ഉമ്മയും ഇത്താത്തയും കൂടി ഹൈലൈറ്റ് മാളിലേക്ക് ഒന്ന് വന്നാട്ടോ. അപ്പോൾ നമ്മൾ കുറേ ആയി ഇങ്ങനെ വരണം എന്ന് വിചാരിച്ചിട്ട്. എപ്പോഴും ഞാൻ ജുനൈസ്ഖാൻ്റെ കൂടെ അങ്ങനെയൊക്കെയാണ് വരാറ് കേട്ടോ. ഉമ്മ ഉപ്പ ഗൾഫിൽ പോയാലും ഇപ്പം എങ്ങോട്ട് പോകാറൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു ഉമ്മനും കൊണ്ടുവന്ന് ഹൈലൈറ്റ് മാളിലൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങിയാലോ. അപ്പോൾ ഒരു ഞായറാഴ്ചയാണ് കേട്ടോ. നല്ല അത്യാവശ്യം വേണ്ടി തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഐഫ വന്ന പാടെ പണിയൊക്കെ തുടങ്ങിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഹൈലൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്ന് കയറുക കേട്ടോ. അപ്പോൾ ഐഫക്ക് ഇതാ നമ്മൾ ഹൈലൈറ്റിലെ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ തന്നെ കുട്ടികൾ ഓടിക്കുന്ന ആ കാറുണ്ടല്ലോ, അത് കാണുമ്പോൾ ഐഫക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകണം എന്നുള്ള ഒരു മുഖമാണ് ഇട്ടുണ്ടാവുക. അപ്പോൾ ഓരോ കോപ്പറേറ്റുകളൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ മേലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ കുട്ടിയൊക്കെ പോപ്കോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഒന്നാട്ടോ വാങ്ങിയത്. കാരണം എല്ലാവർക്കും കൂടി വാങ്ങിയാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് വലിച്ചൊക്കെ താഴത്ത് ചിന്തും. അങ്ങനെ ഉണ്ടായിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തൽക്കാലം ഒന്ന് വാങ്ങിയത് കേട്ടോ. അങ്ങനെ പിന്നെ കുട്ടികളൊക്കെ അതൊക്കെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഉമ്മൻ്റെ അടുത്ത് തന്നെയാണ് ഐഫിനെ താഴത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ പിടിച്ചാൽ കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഐഫനെ താഴത്ത് ഇറക്കിയിട്ടേ ഇല്ല. അങ്ങനെ പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്താത്തൻ്റെ മോളും ഉമ്മയും ഒക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഫോട്ടോസ് എടുക്കുകയാണെന്ന് വിചാരിച്ച് നല്ലോണം പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുകയാണ്, അപ്പോൾ അത് അവരറിയില്ല. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് പുതിയ പുതിയ ഷോപ്പ് ഹൈലൈറ്റിൽ വന്നതാണ് കേട്ടോ. നമ്മളെ പേര് എഴുതിയിട്ടും ഫ്രെയിം ആക്കാനൊക്കെ ഉള്ള. പിന്നെ ആണെങ്കിൽ ഒരു 50% ഓഫ് എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ സെൽവാസൊക്കെ ഉള്ള ഒരു ഷോപ്പിൽ കയറിയ കേട്ടോ. ഇതും പുതിയൊരു ഷോപ്പാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ നോക്കാം കേട്ടോ. കാരണം എൻ്റെ കസിൻ്റെ കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോപ്പിംഗ് ഇൻഷാ അള്ളാ ഉണ്ടാവും. അങ്ങനെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സെൽവാസും ഐഫൂസിൻ്റെ ഡ്രസ്സൊക്കെ നോക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു റിങ് ഞാൻ എവിടെ കണ്ടാലും ഞാൻ നോക്കും കേട്ടോ. എല്ലായിടത്തും സെയിം റേറ്റ് ആട്ടോ, 150 ആണ് എല്ലായിടത്തും വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് അതൊന്ന് നോക്കിയെന്നുള്ളൂ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പ് ഇതിൻ്റെ ഷോപ്പിൻ്റെ പേര് ഇതാട്ടോ വരുന്നത്. ഹൗസ് ഓഫ് ഫ്ലോറ എന്നാണ് ഇതിൻ്റെ പേര്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കയറി ഇറങ്ങി. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഏറ്റവും മേലെ നിന്നൊരു വ്യൂ എടുത്താട്ടോ. അങ്ങനെ പിന്നെ കുട്ടികളൊക്കെ ഐസ്ക്രീമിന് കരുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഐസ്ക്രീം പിന്നെ ഹൈലൈറ്റിൽ വന്നാൽ ഉറപ്പാണല്ലോ ഐസ്ക്രീം കഴിക്കാതെ പോകാൻ കഴിയില്ലല്ലോ. കുട്ടികൾ അത് എന്തായാലും വേണമെന്ന് വാശി പിടിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഓരോരുത്തർക്കും ഒരു ഐസ്ക്രീം വാങ്ങി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഐഫക്ക് ഐസ്ക്രീം കണ്ടപ്പോൾ പിന്നെ നല്ല അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവളെ കയ്യിലും കൂടി കൊടുത്തപ്പോൾ പിന്നെ പറയണ്ട, ഭയങ്കര സന്തോഷം. അത് ഒറ്റക്ക് തിന്നാൻ 1 മിനിറ്റ് മതി ഓക്ക്. അത്ര ഇഷ്ടമാണ് ഐസ്ക്രീമിനോട്. ഉമ്മനും ഇത്താത്തൻ്റെ 2 കുട്ടികളും നമ്മളൊരു സ്ഥലത്ത് ഇരുത്തിയിട്ടാട്ടോ അത് വാങ്ങാൻ വന്നത്. എല്ലാവരും കൂടിയും ഇങ്ങനെ പോരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ ഐഫൂസിനോട് ഉമ്മക്ക് ഐസ്ക്രീം തരുമോ ചോദിച്ചപ്പോൾ തരൂല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഐഫ ഒറ്റക്ക് തന്നെ കഴിക്കുകയാണ്. അങ്ങനെ ഉമ്മൻ്റെ അടുത്ത് എത്തി. അങ്ങനെ ഐസ്ക്രീമൊക്കെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വാങ്ങുള്ളൂ, കാരണം അവർക്ക് ആദ്യം കൊടുക്കണമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കുട്ടികളൊക്കെ ഐസ്ക്രീം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇത്താത്തൻ്റെ ചെറിയ മോള് കേട്ടോ. നല്ല രസം അതിൻ്റെ കളിയൊക്കെ കാണാൻ. ഇതിനിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ടോ, മാഷാ അള്ളാ. അങ്ങനെ പിന്നെ ഐഫൂസിനെ നന്നായിട്ട് ഐസ്ക്രീം തിന്നിട്ട് മേലൊക്കെ നാശാക്കിന് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ് കേട്ടോ. അങ്ങനെ ഐഫൂസിനെ ഞാനെടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. എന്തൊക്കെയോ ഇനിയും ഐസ്ക്രീം വേണമെന്ന് പറയാം, അതാണ് കേട്ടോ അതിൽ പറയണേ. അപ്പോൾ ഇത്താത്തൻ്റെ കുട്ടികൾ തിന്നു കഴിഞ്ഞില്ല, ഓളത് വേഗം തിന്നു കഴിഞ്ഞാണ്. അപ്പോൾ താത്തൻ്റെ മോള് നല്ല രസമുണ്ട് കേട്ടോ അതിങ്ങനെ ഐസ്ക്രീം വന്നിട്ട് കാണാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ കുട്ടികൾക്ക് കളിക്കുന്ന ആ സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോയതാട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഒക്കത്തിനും ഭയങ്കരമായിട്ട് സൺഡേ കുറച്ച് റേറ്റ് കൂടുതലാണ് കുട്ടികൾ കളിക്കുന്ന ഇതിനൊക്കെ. അപ്പം നമ്മൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കുട്ടികളൊക്കെ അതിൻ്റെ മേലെ ഇരുത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അങ്ങനെ ഐഫൂസ് അതിൻ്റെ മേലെ നിന്ന് ഇറങ്ങുന്നേ ഇല്ല കേട്ടോ. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടും ഓള് അതിന്ന് വരൂല എന്ന് പറയാം കേട്ടോ. താത്തൻ്റെ മക്കളൊക്കെ അതന്നെ സ്ഥിതി. അങ്ങനെ അവർക്കൊക്കെ ഒരു രസമാണ് കേട്ടോ. അങ്ങനെ താത്തൻ്റെ ചെറിയ മോളെ നമ്മൾ ഇതിലിങ്ങനെ റൈഡിലിരുത്തി.
എല്ലാവരും ഒപ്പരം റൈഡിലിരുത്തിന് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള ഐസ്ക്രീമിൻ്റെ അവിടെ പാട്ടിട്ടപ്പോൾ അവൾ കളിക്കുകയാണ്. അങ്ങനെ പിന്നെ നമുക്ക് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോയതാട്ടോ. അങ്ങനെ ഉമ്മക്ക് ഈ ഒരു ഐസ്ക്രീം മതി എന്ന് പറഞ്ഞപ്പോൾ ഉമ്മക്ക് വാനില ഇഷ്ടം. അങ്ങനെ പിന്നെ ഉമ്മക്കാണ് കേട്ടോ ഞാനിത് ആദ്യം വാങ്ങുന്നത്. നമ്മൾ കുട്ടികളുണ്ടായതുകൊണ്ട് ഓരോരുത്തരേ വാങ്ങുന്നുള്ളൂ. എല്ലാതും കൂടി വാങ്ങിയാൽ പിന്നെയും അവർക്ക് ഐസ്ക്രീമിന് വേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉമ്മ ആദ്യം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഐഫൂസിൻ്റെ മുഖമൊക്കെ മാറി കേട്ടോ. അത് വേണമെന്ന് പറഞ്ഞിട്ട് കരയാണ്. അപ്പോൾ എനിക്ക് പിന്നെ ആ ഐസ്ക്രീമിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് നമ്മളെ സാധാ ടൈപ്പ് ഐസ്ക്രീം വാങ്ങിയിട്ട് അത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇങ്ങനെ വാങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഐഫക്ക് ഏത് ഐസ്ക്രീം ആയാലും വേണം. താത്തൻ്റെ മക്കളും അതിനൊക്കെ കരിയാട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഇതാ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നല്ലോ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആട്ടോ. അപ്പോൾ ഇതാ മിറർ ഷോൻ്റെ ഒരു സംഭവമാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഹൈലൈറ്റിൻ്റെ നെസ്റ്റോ വഴി കയറുമ്പോൾ ഉള്ള നേരെ കാണുന്ന ആ ഒരു കുട്ടികൾ കളിക്കുന്നൊരു ഷോപ്പാട്ടോ. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ വലിയവർക്ക് 150 റുപ്പീസ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിൽ കയറാൻ കേട്ടോ. അപ്പോൾ നല്ല തിരക്കേനി. അപ്പോൾ കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് ടിക്കറ്റ് കിട്ടിയത് കേട്ടോ. അങ്ങനെ ചെറിയ കുട്ടിയൊക്കൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഇത്താത്തൻ്റെ കുട്ടികളൊക്കെ ഇതിൽ കയറി കേട്ടോ. ഉമ്മയും ഇത്താത്തൊന്നും കയറിയിട്ടില്ല. ഞാൻ മാത്രം ഇത് ജസ്റ്റ് എന്താണെന്നൊന്ന് അറിയാൻ ഉള്ളിൽ അറിയണമെന്നല്ലോ, അപ്പോൾ അതിന് വേണ്ടി കയറി കേട്ടോ. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് കയറി തന്നെ വേണം. കാരണം നല്ല രസമുണ്ട്. നമ്മൾ ഇതിൽ കയറിയിട്ട് ഇതിലെങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ അത് തൊട്ട് അവർ തന്നെ നമുക്ക് വഴി മനസ്സിലാക്കി തരും. അങ്ങനെ ലാസ്റ്റ് ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാനുള്ള വേറൊരു വഴിയുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിതാ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെ മുന്നിൽ തന്നെ കുട്ടികളെ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുന്നിൽ ആളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു മാഷാ അല്ലാ. നമ്മൾ ഇന്നത്തെ ഹൈലൈറ്റിൽ വന്നപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നല്ല എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒക്കെ കഴിഞ്ഞ് ഞാനും ഉമ്മയും ഇത്താത്ത മക്കളൊക്കെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാ അടിച്ച് പൊളിച്ച് നമ്മൾ ഇന്നത്തെ ഒരു ഡേ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയപ്പോൾ ഐഫൂസ് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മന്തി ഷോപ്പിലാണ്. ഐഫ നല്ല ഉറക്കമാണ് പാവം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മന്തിയാണ്, അൽഫാം മന്തി ആട്ടോ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.